ഭയങ്കര മോശം സിനിമ, പക്ഷെ നല്ല പൈസ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വെച്ചും എന്നാലും അത് അവിടെ ഒരു ടൈൻ്റായിട്ട് കിടക്കും. പൈസ എങ്കിൽ തീർന്നു, മറ്റേതവിടെ പേരവിടെ നിൽക്കും. അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ചില സിനിമകൾ കിട്ടിയത് ഞാൻ ചില സിനിമകൾ ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ചില സിനിമകളിൽ എനിക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, എന്നെ ചില സിനിമകൾ എനിക്ക് കിട്ടിയതോ അല്ലെങ്കിൽ എന്നെ ആ സിനിമകൾക്ക് വിളിച്ചത് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യാതിരുന്നുകൊണ്ടാണ്. എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ ഇന്ന് വരെ ഞാൻ വിട്ടുകളഞ്ഞ സിനിമകളിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം അത് നമുക്ക് പിന്നീട് അറിയാം ആ സിനിമയുടെ ഭാവി എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമ നടക്കാതെ പോയ സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ സംഭവിച്ചൊന്നുമില്ല. ഇനി അങ്ങോട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ശ്രദ്ധാപൂർവം തന്നെ സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ അബദ്ധങ്ങൾ പറ്റാം. അപ്പം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് അങ്ങനെ വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ യെസ് പറയുമ്പോൾ ചിലപ്പോൾ സിനിമയുടെ തിരക്കഥയ്ക്കായിരിക്കും ഞാൻ യെസ് പറയുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഡയറക്ടറിനായിരിക്കും ഞാൻ യെസ് പറയുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്കായിരിക്കാം, അല്ലെങ്കിൽ റൈറ്ററിനായിരിക്കാം, അല്ലെങ്കിൽ ദ ഹോൾ ക്രൂവിനായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഫുൾ പ്രൂഫ് ഇതെടുക്കാൻ പറ്റില്ല. ഞാൻ 100 സിനിമ ചെയ്യുമ്പോൾ ഒരു 10% കൂടുതൽ സിനിമകൾ വിജയിക്കാറില്ല. അപ്പോൾ എൻ്റെ കരിയറിൽ ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു 10% കൂടുതൽ സിനിമകൾ അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനേക്കാളും ബെറ്റർ അല്ലേ? ഞാൻ അങ്ങനെ ഉണ്ടാക്കി പറയുന്നത്.